പിറ്റേന്ന് രാവിലെ നേരത്തെ തന്നെ വൈദുവിനെയും കുളിപ്പിച്ചൊരുക്കി ദേവിക്ക് പോകാനായി എല്ലാവരോടും യാത്ര പറയാൻ ചെന്നു. അപ്പോഴേക്കും കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് ജാനകി നിർബന്ധിച്ച് അവരെ ഡൈനിങ് ടേബിളിൽ പിടിച്ചിരുത്തി. മുന്നിലെ പ്ലേറ്റിലേക്ക് ദോശയും കടയും ഇട്ട് വൈദുവിന് നൽകി ജാനകി. അവൻ അവരുടെ മുഖത്ത് മാത്രം നോക്കിയിരുന്നതേയുള്ളൂ. കഴിക്കുമോനെ, ജാനകി പറഞ്ഞു. അവനൊന്നും മിണ്ടാതെ കൈകെട്ടിയിരുന്നു. ജാനകി നെറ്റി ചുളിച്ച് അവനെയും ദേവികയെയും നോക്കി. വൈകമോളെ കണ്ടതിൻ്റെ വാശിയാണ്, ഇനി അവൾ കൊടുത്താലേ കഴിക്കൂ. ദേവികി ചിരിയോടെ പറഞ്ഞ നാവ് വായിലേക്കിട്ടതും വൈക സ്റ്റെപ്പ് ഇറങ്ങി വന്നു കഴിഞ്ഞിരുന്നു. ദേവികി നോക്കവേ അവളെ കണ്ടിരുന്നുവെങ്കിലും അവൾ മിണ്ടല്ലേ എന്ന് പറഞ്ഞതും അവർ തലയാട്ടി. അവൾ പതിയെ നടന്നു ചെന്ന് തലകുനിച്ചിരിക്കുന്നത് നേരെ പാത്രത്തിൽ നിന്നും ദോശ പിടിച്ചെടുത്ത് കറിയിൽ മുക്കി അവന് നേരെ നീട്ടി. അടുത്ത നിമിഷം ആരാണെന്നറിയാതെ വൈദു അവളുടെ കൈ തട്ടിയെറിഞ്ഞു. പക്ഷെ അവനിൽ നിന്നും അങ്ങനെ ഒരു പ്രതികരണം പ്രതീക്ഷിച്ച വൈക വേഗം കൈമാറ്റി. ഏട്ടാ. ഹായ് വൈക. അയാൾ സന്തോഷത്തോടെ തൻ്റെ മുന്നിൽ വൈകയെ കണ്ടതും ഒരു വേള അവൻ്റെ കണ്ണുകൾ വിടർന്നു. ഏട്ടൻ കഴിക്ക്. അവൻ്റെ അടുത്തിരുന്നു കൊണ്ട് അവൾ അവനെ ഊട്ടി. അവൾ കൊടുക്കുന്നതെല്ലാം അനുസരണയോടെ കഴിക്കുന്നവനെ ദേവികി നിറമിഴികളോടെ നോക്കിയിരുന്നു. അവരുടെ അവസ്ഥ മനസ്സിലാക്കിയ പോലെ ജാനകി അവരുടെ തോളിൽ കൈ ചേർത്തു. ആഹാരമെല്ലാം കഴിപ്പിച്ച് വൈദുവിൻ്റെ വാ കഴുകി വൈദുവിൻ്റെയും കയ്യും പിടിച്ച് മുറ്റത്തേക്കിറങ്ങി. അനുസരണയുള്ള കുട്ടിയെ പോലെ അവളുടെ കയ്യും പിടിച്ച് അവൻ പിന്നാലെ. അവളോടൊപ്പം ഓരോന്ന് പറഞ്ഞ് കൈകൊട്ടിച്ചിരിക്കുന്ന വൈദുവിനെ നോക്കി ദേവിക്ക് ഉമ്മറപ്പടിയിൽ നിന്നു. അമ്മ. പെട്ടെന്ന് തോളിൽ ഒരു കരസ്പർശം അറിഞ്ഞ് ദേവിക്ക് തിരിഞ്ഞു നോക്കി. അമ്മ വിഷമിക്കേണ്ട, വൈദുവിനെ നമുക്ക് തിരികെ കൊണ്ടുവരാം. ശിവൻ പറയവേ ഒരു വേള അവരുടെ കണ്ണുകൾ വിടർന്നുവെങ്കിലും അടുത്ത നിമിഷം ആ മുഖം മങ്ങി. ഇല്ല മോനെ, കഴിയില്ല. അതിനുള്ള ക്യാഷൊന്നും എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും കയ്യിലില്ല മോനെ. നിറഞ്ഞ മിഴികളോടെ തല താഴ്ത്തി പറഞ്ഞു ദേവകി. അപ്പോൾ എന്നെ ഒരു അന്യനായിട്ടാണോ അമ്മ കണ്ടിരിക്കുന്നേ? വൈകി ഞാൻ പേടിപ്പിച്ച് വിളിച്ചിറക്കി കൊണ്ടുപോയി താല് കെട്ടിയത് കൊണ്ടാണ് അംഗീകരിക്കാനാകാത്തേ? പെട്ടെന്നുള്ള ശിവന്റെ ചോദ്യത്തിൽ ഞെട്ടി ദേവിക്ക് തല ഉയർത്തി നോക്കി. മോനെ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. എൻ്റെ വൈദുവിനെ പോലെ തന്നെയാ മോനും. പെട്ടെന്ന് ദേവിക്ക് പറഞ്ഞതും ശിവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു പോയിരുന്നു. അവനിൽ സന്തോഷം നിറഞ്ഞു. അങ്ങനെയെങ്കിൽ വൈദുവിനെ ഞാൻ അമ്മയ്ക്കും വൈകയ്ക്കും തിരികെ നൽകും, അതും പഴയ വൈശാഖായി. ഇതെൻ്റെ വാക്കാണ്. അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം. ഞാൻ വാക്ക് മാറ്റില്ല. ശിവൻ ദേവികയുടെ കയ്യിൽ കൈ ചേർത്തു. മോനെ, അത് ഒന്നും പറയണ്ട. എൻ്റെ അളിയൻ്റെ കാര്യത്തിൽ എനിക്കുണ്ട് ഉത്തരവാദിത്തം. എനിക്കൊരു അവസരം തന്നൂടെ അമ്മ? ചിരിയോടെ പറയുന്നവനെ അവർ നിറമിഴികളോടെ നോക്കി. അവൻ അതേ പുഞ്ചിരിയോടെ അവരുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. മമ്മി. മുറിയിലിരുന്ന് മുടി ചീകിക്കൊണ്ടിരുന്ന ദയയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ശ്രേയ വിളിച്ചു. എന്താ വാവേ? അവർ ചോദിച്ചതും അവൾ അവരുടെ അടുത്തായിരുന്നു. ഇതാണ് അവൻ, ഋഷികേഷ് വിമൽ നാരായണൻ. IPS ഓഫീസറാണ്. വൈകയുടെ മുറച്ചെറുക്കൻ. ഇവനാണ് അവളെ ആദ്യം കെട്ടാനിരുന്നത്. അപ്പോഴാണ് ശിവേട്ടൻ അവളെ കെട്ടിയത്. അമ്മയ്ക്ക് മനസ്സിലായോ? അത് പറയുമ്പോൾ അവളിൽ ദേഷ്യം നിറഞ്ഞു. ഓഹോ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. മോളൊരു കാര്യം ചെയ്യുക, അവൻ്റെ നമ്പർ സംഘടിപ്പിച്ചൊന്ന് വിളിക്ക്. എന്നിട്ട് നേരിട്ട് കാണണമെന്ന് പറയുക. എന്നാൽ നമുക്ക് അവനൊന്ന് കാണാലോ. ബാക്കി കളി നമുക്ക് കളിക്കാം. അവനെ ഇളക്കി വിട്ടാൽ പോരെ? അവൻ കളത്തിലിറങ്ങിക്കോളും. നമുക്ക് ഗ്യാലറിയിലിരുന്ന് കളിക്കാന്നേ. ദേഷയെ ചേർത്ത് പിടിച്ച് പറയവേ അവൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു പോയിരുന്നു. അവളിൽ പുച്ഛം മാത്രം. ശിവൻ പറഞ്ഞതനുസരിച്ച് ഡോക്ടർ ജയദേവിൻ്റെ ക്യാബിനിൽ ഇരിക്കുമായിരുന്നു. നന്ദനും വൈകയും വൈദുവും. ഡോക്ടർ കാര്യമായി എന്തൊക്കെയോ റിപ്പോർട്ട്സ് നോക്കുവാണ്. ശിവൻ അത്യാവശ്യമായി ഓഫീസിലേക്ക് പോകേണ്ട ആവശ്യം വന്നതും അവൻ നന്ദനെ വൈകയെ ചേർത്ത് പോയി. വൈദുവുമായി ഹോസ്പിറ്റലെത്തിയിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു. എന്തൊക്കെയോ ടെസ്റ്റുകളൊക്കെ നടത്തി അതിൻ്റെ റിസൾട്ടാണ് ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വൈശാഖിനുള്ളത് മൈൽഡായിട്ടുള്ള പ്രോബ്ലമാണ്. അതുകൊണ്ട് തന്നെ സർജറി ചെയ്ത ആളെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാമെന്നേ ഉള്ളൂ. പേടിക്കാനൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞതും ഇരുവരും ആശ്വാസത്തോടെ പരസ്പരം നോക്കി. അപ്പോൾ എപ്പോഴാണ് ഡോക്ടർ? നന്ദൻ സംശയത്തോടെ അദ്ദേഹത്തെ നോക്കി. വെനസ്ഡേ ഞാൻ ഫ്രീ ആണ്. അപ്പോൾ അന്ന് തന്നെ ആയിക്കോട്ടെ, വെച്ച് താമസിപ്പിക്കേണ്ട. ഡോക്ടർ പറഞ്ഞതും കാശിൻ്റെ ടെൻഷനായിരുന്നു വൈകയുടെ മനസ്സ് നിറയെ ഉണ്ടായിരുന്നത്. ഡോക്ടർ വൈക വാ. അവളെ പറയാൻ അനുവദിക്കാതെ നന്ദൻ അവളുടെ കയ്യും പിടിച്ച് ഡോക്ടർ നന്ദി പറഞ്ഞ് പുറത്തേക്ക് പോയി. നന്ദേട്ടാ, ക്യാഷിൻ്റെ കാര്യം? അതിന് ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ വൈക? ഒന്നുമില്ലെങ്കിലും നിന്റെ കലിപ്പൻ കെട്ടിടം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒന്നിനെക്കുറിച്ചും നീ സങ്കടപ്പെടേണ്ട. ധൈര്യമായിട്ടിരിക്ക്. നന്ദൻ പറയവേ വൈക അവനെ തന്നെ നോക്കി നിന്ന് പോയിരുന്നു. ഇങ്ങോട്ട് വാ പെണ്ണെ, വായും പൊളിച്ച് നിൽക്കാതെ. തന്നെ കണ്ണുമിഴിച്ച് നോക്കുന്നവരുടെ കയ്യിൽ പിടിച്ചു വലിച്ച് മുന്നോട്ട് നടന്നിരുന്നു നന്ദൻ.
നന്ദേട്ടാ അത് മിണ്ടാതെ വാ പെണ്ണെ ഇങ്ങോട്ട്, നിന്നോടല്ലേ പറഞ്ഞേ. ആ പിന്നെ നിന്നെ ഞാൻ ഇങ്ങനെ വിളിക്കുന്ന കാര്യം ശിവനോട് പറയല്ലേട്ടോ, അവൻ എന്നെ എടുത്ത് കിണറ്റിലിടും പ്ലീസ്. അവൻ്റെ പറച്ചിൽ കേട്ടറിയാതെ ചിരിച്ചു പോയിരുന്നു അവൻ. വൈദുവിനെയും കൂട്ടി തിരികെ അഗ്നിരുദ്രയിലേക്ക് എത്തി ഇരുവരും അകത്തേക്ക് ചെന്നു. വൈദുവിൻ്റെ സർജറി 2 ദിവസത്തിനകം നടത്തണമെന്നറിഞ്ഞതും ശിവന്റെ നിർബന്ധത്തിന് വഴങ്ങി ജാനകി ഇരുവരെയും അഗ്നിരുദ്രയിൽ തന്നെ പിടിച്ചു നിർത്തി. വൈകയ്ക്കും അതൊരു സന്തോഷമായിരുന്നു. അതേസമയം വൈകി എപ്പോഴും അടുത്ത് കിട്ടുമല്ലോ എന്ന് സന്തോഷമായിരുന്നു വൈദുവിനും. വൈകിട്ട് ശിവൻ വന്നതും വൈക ചായയും കൊണ്ട് പിന്നാലെ ഓടി. അവളുടെ ഓട്ടം കണ്ട് എല്ലാവരും ചിരിയോടെ പരസ്പരം നോക്കി. മുറിയിലേക്ക് ചെന്ന വൈക കാണുന്നത് ദേഷ്യത്തിൽ എന്തൊക്കെയോ പിറുപിറുത്തോണ്ട് കോട്ടടിക്കാൻ ശ്രമിക്കുന്ന ശിവനെയായിരുന്നു. ചെയ്യുന്ന പ്രവൃത്തിയിൽ ശ്രദ്ധ അല്ലാത്തത് കൊണ്ട് അതൊട്ടഴിക്കാനും പറ്റുന്നില്ല. അതിന് വീണ്ടും ദേഷ്യം. ഇങ്ങേരെ കൊണ്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വൈക ചായ ടേബിളിൽ വെച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവനെ പിടിച്ച് തിരിച്ചു നിർത്തി ബട്ടൺ ശ്രദ്ധയോടെ അഴിക്കാൻ തുടങ്ങി. പെട്ടെന്നുള്ള വൈകയുടെ പ്രവൃത്തിയിൽ അവൻ ഒരു നിമിഷം നിശ്ചലമായി നിന്നു. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ കാര്യം. അതിനാണിങ്ങനെ കിടന്ന് ദേഷ്യപ്പെട്ടത്, ഒരു കലിപ്പൻ. അവനെ കൂർപ്പിച്ചു നോക്കി പറയുന്നവളെ അവൻ അല്പം കലിപ്പോടെ നോക്കി. അവൻ്റെ പെട്ടെന്നുള്ള മാറ്റം കണ്ട് പേടി തോന്നി വൈകയ്ക്ക്. അവൾ പേടിയോടെ അവൻ്റെ കോട്ടിൽ നിന്നും കൈയെടുത്ത് അല്പം മാറി തല താഴ്ത്തി നിന്നു. എന്തോ അവൻ്റെ മുഖഭാവം അവളിൽ നോവുണർത്തി. എന്താടി, അഴിക്കുന്നില്ലേ? അവളുടെ പെരുമാറ്റത്തിൽ ദേഷ്യം തോന്നിയ ശിവൻ നെഞ്ചത്ത് കൈമണിച്ചു കെട്ടി അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു പോയിരുന്നു. ഒന്നുമില്ല ശിവേട്ടൻ, ചായ കുടിച്ചോ? വിറയാർന്ന സ്വരത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞൊപ്പിച്ചു വൈക. വൈക, കരയാനാണ് ഭാവമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നേ, അതോർത്ത് വേണം കരയാന്. കലിപ്പോടെയുള്ള അലർച്ച കേട്ട് വൈക ഞെട്ടി തല ഉയർത്തി അവനെ നോക്കി. നിറഞ്ഞ തുളുമ്പാറായ കണ്ണിൽ നിന്നും ഒരു തുള്ളി താഴേക്ക് ഇറ്റു വീണിരുന്നു. കണ്ണ് തുടക്കടി, നീ എന്തിനാടി തൊട്ടതിന് പിടിച്ചതിന് ഇങ്ങനെ കിടന്ന് മൂങ്ങുന്നത്? അവളുടെ കയ്യിൽ കുലുക്കിക്കൊണ്ട് അവൻ അലറി. അവൻ്റെ അലർച്ച കേട്ട് ഇരു കൈ കൊണ്ട് വാപ്പൊത്തി പിടിച്ചുകൊണ്ട് ഏങ്ങിപ്പോയി അവൾ. അത് കണ്ടത് മതിയായ ദേഷ്യത്തിൽ അവൻ അവളെ ഒന്ന് നോക്കി പല്ല് കടിച്ചുകൊണ്ട് കാറ്റുപോലെ താഴേക്ക് ഇറങ്ങിപ്പോയിരുന്നു. അവൾ സങ്കടം സഹിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബെഡിലേക്ക് കിടന്നു. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞതും ശിവൻ പോയ പോലെ തിരിച്ചു വന്നു. അവൻ നന്ദൻ്റെ റൂമിൽ പോയി കുളിച്ച് വസ്ത്രം മാറിയിരുന്നു അവൻ്റെ വരവ്. അപ്പോഴും വൈക ബെഡിൽ ഒരു വശം ചെരിഞ്ഞ് കിടക്കുമായിരുന്നു. അവൻ ഡോറടച്ച് കുറ്റിയിട്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് ബെഡിലേക്കിരുന്ന് ഏന്തി വലിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി. പെണ്ണ് കരഞ്ഞ് കരഞ്ഞ് ഒരു വഴിയായിട്ടുണ്ടെന്ന് ശിവന് മനസ്സിലായി. ഓഫീസിലെ കെയർലെസ് ആയിട്ടുള്ള ചില വർക്കേഴ്സിൻ്റെ പിഴവ് കൊണ്ട് ചെറിയ ചില ലോസ് കമ്പനിക്ക് സംഭവിച്ചിരുന്നു. അത് ശിവൻ അറിയുന്നത് ഇന്നായിരുന്നു. അതുകൊണ്ടാണ് അത്യാവശ്യമായി ഓഫീസിലേക്ക് പോയതും വൈകയോടൊപ്പം ഹോസ്പിറ്റൽ നന്ദനെ പറഞ്ഞയച്ചതും. ലോസ് വരുത്തിയ വർക്കേഴ്സിനെ പറഞ്ഞയച്ച് പുതിയ എംപ്ലോയീസിനെ ക്ഷണിച്ചുകൊണ്ടുള്ള ഇൻ്റർവ്യൂവും വിളിച്ചു. ശരിക്കും അവരോടുള്ള കലിപ്പിലാണ് വന്ന് കയറിയത്. അപ്പോഴുണ്ട് പെണ്ണുകൂടി ഇങ്ങനെ തുടങ്ങിയ. കൈവിട്ടു പോയി. അവൻ അവളുടെ അടുത്തേക്ക് കയറി കിടന്നുകൊണ്ട് അവളുടെ കൈക്കിടയിലൂടെ തൻ്റെ കൈ കിടത്തി അവളെ വലിച്ച് തന്നോട് ചേർത്ത് കിടത്തി അവൻ. ശിവന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ഞെട്ടിയ വൈക അടുത്ത നിമിഷം അവൻ്റെ കൈയെടുത്ത് മാറ്റി എണീറ്റിരുന്നു. ബേബി ഡോ, അവൻ വിളിച്ചു തീരും മുൻപേ അവൾ ദേഷ്യത്തിൽ അവനെ കൂർപ്പിച്ചു നോക്കി. മിണ്ടൻ എന്നോട് മാറ്. പെട്ടെന്ന് തോന്നിയ ധൈര്യത്തിൽ അവനെ പിടിച്ചു മാറ്റിക്കൊണ്ട് അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു. വൈ, അവൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് വിളിച്ചു. പോടാ. അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ നിന്നതും ശിവൻ ചാടി എണീറ്റ് അവളുടെ അരയിലൂടെ കൈ ചുറ്റി അവളെ തന്നോട് ചേർത്തു. വിടന്നെ, നിങ്ങൾ എന്നോട് മിണ്ടണ്ട. എനിക്കറിയാം എന്നോടുള്ള ദേഷ്യത്തിൻ്റെ പേരിലല്ലേ എന്നെ വീട്ടിൽ നിന്ന് ഭീഷണിപ്പെടുത്തി വിളിച്ചുകൊണ്ട് പോയി താലി കെട്ടിയത്, അല്ലാതെ എന്നോടുള്ള പ്രേമം കൊണ്ടൊന്നും അല്ലല്ലോ. വിട്. നിങ്ങൾ ഓരോ തവണ എന്നെ ചേർത്ത് പിടിക്കുമ്പോഴും ഞാൻ കരുതും നിങ്ങൾക്ക് എന്നോട് സ്നേഹമാണെന്ന്. പക്ഷേ നിങ്ങൾക്ക് എന്നോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തിനാ ശിവേട്ട എന്നോടിങ്ങനെ? അടുത്ത നിമിഷം നിങ്ങളുടെ സ്വഭാവം മാറും. എല്ലാം കണ്ടും കേട്ടും പ്രതികരിക്കാതെ ഞാൻ നിൽക്കണമല്ലേ? പെട്ടെന്നുള്ള ദേഷ്യത്തിൽ വൈക ഇത്രയും നാളും ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന സങ്കടം അറിയാതെ ശിവന് മുന്നിൽ പ്രകടിപ്പിച്ചു. അവളുടെ ഓരോ വാക്കുകളും അവനെ വല്ലാത്ത വേദന നിറച്ചു. തനിക്ക് അവളോടുള്ള സ്നേഹം തിരിച്ചറിയാൻ അവൾക്കായില്ലല്ലോ എന്ന്. അല്ലെങ്കിൽ തൻ്റെ സ്നേഹം അവൾ മനസ്സിലാക്കിയിരിക്കുന്നത് ആ രീതിയിലാണെന്നുള്ള അവനിൽ ദേഷ്യം നിറച്ചു. അവൻ അവളെ തിരിച്ചു നിർത്തി കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തി. ചീ, എന്ത് പറഞ്ഞടി പന്ന മോളെ. അവളുടെ കഴുത്തിൽ കൈമുറുക്കിക്കൊണ്ട് ശിവൻ അവൾക്ക് നേരെ അലറി പറഞ്ഞു. പെട്ടെന്നുള്ള അവൻ്റെ ദേഷ്യത്തോടെയുള്ള പ്രവൃത്തിയിൽ അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു. കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി.
നിനക്കൊക്കെ അങ്ങനെ തോന്നിയില്ലെങ്കിൽ അതിശയമുള്ളൂ. നിന്നെയൊക്കെ സ്നേഹിക്കാൻ വന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ആ മറ്റവനുമായി കല്യാണം ഉറപ്പിച്ച് വെച്ചതായിരുന്നല്ലോ കുഞ്ഞിലെ മുതൽ. അപ്പോൾ പിന്നെ പെട്ടെന്ന് അവനെ മറക്കുന്നത് എങ്ങനെയാ? എന്നിൽ നിന്നും ഡിവോഴ്സ് കിട്ടിയാലല്ലേ നിനക്ക് അവനോടൊപ്പം പോകാൻ പറ്റുള്ളൂ. അല്ലടി പന്ന മോളെ, കൊല്ലും ഞാൻ നിന്നെ. വീണ്ടും അവളുടെ കഴുത്തിൽ കൈമുറുകി ശിവൻ പറയവേ അവളുടെ ശരീരത്തിന്റെ ഭാരം കുറയുന്നത് പോലെ അവൾക്ക് തോന്നിയിരുന്നു. പതിയെ അവളുടെ കണ്ണുകൾ അടഞ്ഞു. പിഴച്ചിലും നിശ്ചലമായി. പെട്ടെന്ന് ബോധമെന്ന് ശിവൻ തൻ്റെ കൈയിലേക്കും വൈകയിലേക്കും മാറി മാറി നോക്കി. പെട്ടെന്ന് കൈ വലിച്ചതും അവൾ നിലത്തേക്ക് ഊർന്നു വീണു. അവളുടെ വാക്കുകളിൽ പെട്ടെന്ന് അവളോട് തോന്നിയ ദേഷ്യത്തിൽ ചെയ്തു പോയതാണ്. പക്ഷേ വൈക, വിറയാന്ന സ്വരത്തിൽ അവൻ അവളുടെ മുഖത്ത് തട്ടി വിളിച്ചു. എങ്കിലും അവൾ കണ്ണു തുറന്നില്ല. അവൻ പേടിയോടെ അവളെ തൂക്കിയെടുത്ത് താഴേക്കോടി. അടുക്കളയിൽ പാചകത്തിനിടയിൽ ഓരോ വർത്തമാനം പറഞ്ഞ് ചിരിക്കുമായിരുന്നു ജാനകിയും ദേവകിയും. ഹാളിൽ മുത്തശ്ശിരിപ്പുണ്ട്. നന്ദനും കണ്ണനും ലാബിൽ എന്തോ വർക്ക് ചെയ്യുവാണ്. പെട്ടെന്ന് വൈകിയെ കോരിയെടുത്തുകൊണ്ട് ഓടുന്ന ശിവനെ കണ്ട് എല്ലാവരും ഞെട്ടലോടെ ചാടി എണീറ്റു. ശിവ, എന്താടാ, വൈകിക്ക് എന്തു പറ്റി? നന്ദൻ ലാബ് സോഫയിലേക്ക് ഇട്ടുകൊണ്ട് അവൻ്റെ പിന്നാലെ ഓടി. അയ്യോ വൈക മോളെ. മുത്തശ്ശിയും പിന്നാലെ ചെന്നു. നന്ദ, എൻ്റെ വൈക കണ്ണു തുറക്കുന്നില്ല നന്ദ. ദയനീയമായി പറയുന്നവനെ ഒന്ന് നോക്കി നന്ദൻ ഓടിച്ചെന്ന് കാറിൻ്റെ കീ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടി. ശിവൻ അവളെ പെൻസീറ്റിൽ കിടത്തി ഒപ്പം കയറി അവളുടെ തല മടിയിലേക്ക് എടുത്തു കിടത്തി. നന്ദൻ വേഗം കാർ സ്റ്റാർട്ട് ചെയ്തതും കോ ഡ്രൈവിംഗ് സീറ്റിൽ കണ്ണൻ കയറി. നന്ദൻ്റെ വാഹനം ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞു.